എല്ലാവർക്കും വന്ദനം. കർത്താവിന്റെ പരിശുദ്ധ നാമം ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച തിരുമേശ, അതിൻ്റെ പർപ്പസ് എന്താണ്, അതെന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പാസ് ഓവർ, അതായത് പെസഹ കുഞ്ഞാട്. നമ്മുടെ കർത്താവായ യേശു പെസഹ കുഞ്ഞാടാണെന്നും നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ എന്ന് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സോ ക്രൈസ്റ്റ് he was the Passover lamb. യേശു ക്രിസ്തുവാണ് കുഞ്ഞാട്. അപ്പൊ കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ ഒരു പെസഹ സംഭവിച്ചു. മിസ്രൈമിലായിരുന്ന ആട്ടിൻകുട്ടി അബീബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് അവിടെ പെസഹ ആചരിച്ചു. അതിന്റെ ഫലം എന്നവണ്ണം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന ജനത അവിടെ നിന്ന് സ്വതന്ത്രരായി കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ആ പാസ് ഓവറിന്റെ, ശ്രദ്ധയോടെ കേൾക്കണം, ആ പാസ് ഓവറിന്റെ, അതായത് ആ പെസഹായുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുക മാത്രം അല്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് അതിന്റെ പർപ്പസ് ഫുൾഫിൽ ആയിട്ടില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വെളിയിൽ വന്നു എന്നതുകൊണ്ട് ദൈവം അവരെ കുറിച്ചുള്ള പദ്ധതികൾ അവസാനിച്ചിട്ടുമില്ല. അപ്പം സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം ആ സ്വതന്ത്രരാക്കിയത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത പുറപ്പെടുവിക്കാൻ വേണ്ടി മാത്രമല്ല പെസഹായുടെ ഉദ്ദേശം. പുറപ്പെട്ട ജനത കനാൻ ദേശത്ത് എത്തിച്ചേരണം, അല്ലെങ്കിൽ കനാനിൽ എത്തിക്കുക എന്നതും കൂടെ ഈ പെസഹായുടെ ഒരു ലക്ഷ്യമാണ്. അപ്പം യേശു ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത കനാൻ ദേശം, അതായത് പഴയ നിയമത്തിൽ അക്ഷരിക കനാനിലേക്ക് എത്തിച്ചേരുന്നു. ഈ അക്ഷരിക കനാനിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മൾ ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത്, അവിടെ വെച്ച് സമഭൂമിയിൽ വെച്ച് അവർ പെസഹ ആചരിച്ചു. അവർ പെസഹ ആചരിച്ചതിന്റെ പിറ്റേന്ന്, പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതിന്റെ പിറ്റേന്ന് മന്ന നിന്നുപോയി. അതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന അത്ഭുതകരമായ പ്രൊവിഷൻ സ്റ്റോപ്പായി. അപ്പം ഈ മന്നായെ കൊടുത്തതും ഈ മിറാക്കിൾസ് ദൈവം ചെയ്തതും ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തത് ഇവരെ കനാൻ ദേശത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇത് വലിയൊരു പുതിയ നിയമത്തിന്റെ നിഴലാണ്. ഇതൊരു ടൈപ്പാണ്. ഇതിന്റെ ആന്റി ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റമെന്റിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ സോദോം ഗൊമോറ എന്നും മിസ്രൈം എന്നും പേരുള്ള യെരുശലേമിനെ കാണാൻ പറ്റും, മഹാനഗരം. അപ്പൊ യെരുശലേമിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് മിസ്രൈം എന്നാണ്, അല്ലെങ്കിൽ സോദോം ഗൊമോറ എന്ന്. കാരണം അതിന്റെ മ്ലേച്ഛത കാരണം. ആ ജെറുസലേമിൽ നിന്ന്, ആ മിസ്രൈമിൽ നിന്ന് ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രവാചകന്മാരെ കൊന്ന, ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ രക്തത്തെ ചിന്തിയ മർമ്മമഹതിയ ബാബിലോൺ എന്ന ഒരു പട്ടണം, രക്തം കുടിച്ച, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മതിച്ചിരിക്കുന്ന ഒരു പട്ടണം. ആ പട്ടണമാണ് മിസ്രൈം. മിസ്രൈം എന്ന് അതിനെ വിളിക്കുന്നത് യെരൂശലേമാണ്. ആ യെരൂശലേമിൽ നിന്ന്, ആ മിസ്രൈമിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ വിടുവിച്ച് പുതിയ ആകാശം, അല്ലെങ്കിൽ പുതിയ ഭൂമി എന്ന, അല്ലെങ്കിൽ പുതുനിയമം എന്ന, അല്ലെങ്കിൽ പുതിയ ലാൻഡിലേക്ക്, അല്ലെങ്കിൽ പിതാവിന്റെ രാജ്യത്തിലേക്ക്, അക്ഷരികമായ രാജ്യത്തിൽ നിന്നും ആത്മീക രാജ്യത്തിലേക്ക് ജനത്തെ നടത്തുവാനായി മിശിഹ ആരംഭിച്ച പെസഹയാണ് അവിടുത്തെ കാൽവറി മരണത്താൽ ആരംഭിച്ചത്. അതായത് ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഏകദേശം 1500 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ എല്ലാ വർഷവും
ആബിബ് മാസം 14-ാം തീയതി ആചരിച്ചു കൊണ്ടിരുന്ന പെസഹ ഒരു റിഹേഴ്സൽ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഹോളി കോൺവക്കേഷൻ എന്ന് പറയും. മിക്ര എന്ന് ഹീബ്രുവിൽ പറയും. മിക്ര എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ. കാൽവറി കുരിശിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ സംഭവത്തിന്റെ റിഹേഴ്സൽ 1500 വർഷം എടുത്തു. അത് കാൽവറിയിൽ സംഭവിച്ചു. കാൽവറിയിൽ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് മിശിഹാ തമ്പുരാൻ ഒരു പെസഹ ആചരിച്ചിരുന്നു. പെസഹ തന്റെ ശിഷ്യന്മാരോടുകൂടെ ആചരിപ്പാൻ ആഗ്രഹിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിൽ കാണാൻ പറ്റും. അവിടെ വെച്ച് പെസഹായപ്പത്തെ എടുത്ത് പെസഹ അല്ലെങ്കിൽ പെസഹയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞുപാത്രം എടുത്ത് യേശുക്രിസ്തു ലോർഡ്സ് ടേബിൾ അല്ലെങ്കിൽ കർത്തൃമേശ സ്ഥാപിക്കുകയാണ്. ഇതിനെ കർത്തൃമേശ എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് എന്തോ ഒന്നിന്റെ പൂർത്തീകരണമല്ല, എന്തോ ഒന്നിലേക്കുള്ള പൂർത്തീകരണത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടാണ്. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പോസ്തലന്മാർ, മിശിഹാ തമ്പുരാൻ, അവര് ഒരുമിച്ച് പെസഹ ആചരിക്കുകയാണ്. അപ്പത്തെ എടുത്ത് അത്താഴം കഴിഞ്ഞ ശേഷം അപ്പം എടുത്തു നമ്മൾ കാണിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ പറയുന്നില്ല. പാസ് ഓവറിന് എങ്ങനെയാണ് അപ്പം ക്രമീകരിക്കുന്നത്, എന്തെല്ലാം കപ്പുകളുണ്ട്, ഇതൊക്കെ നമുക്ക് ആ സധാറിന്റെ അല്ലെങ്കിൽ ആ ഒരു വിരുന്നിനെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ ധാരാളമുണ്ട് പാസ് ഓവർ. സോ പാസ് ഓവറിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പത്തിൽ ഒരു തുണ്ടെടുത്തിട്ടാണ് യേശുക്രിസ്തു നുറുക്കി തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് എന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുകയും. ഇത് എന്റെ ശരീരമാകുന്നു. അത് കഴിഞ്ഞ ശേഷം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുക്കുന്നു. ആ പാനപാത്രം എടുത്തിട്ട് പറയുന്നത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് അപ്പൊ ഈ ലോർഡ്സ് ടേബിൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ആരംഭിച്ചത് പാസ് ഓവറിന്റെ ഭാഗമാണ്. പക്ഷെ പഴയ നിയമകാലത്ത് പാസ് ഓവർ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മെമ്മോറിയലായിട്ട് കൊണ്ടാടിയിരുന്നത് എങ്കിൽ യേശുക്രിസ്തു തന്റെ കാൽവറിയിലൂടെ നടത്തുന്ന ആ പാസ് ഓവറിന്റെ അതിന്റെ ഓർമ്മയായിട്ട് നിങ്ങൾ കൂടി വരുമ്പോൾ ഒക്കെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു. അത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അതായത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്, ഈ പഴയ നിയമത്തിലെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിൽ ഉണ്ടായ ആ പാസ് ഓവറിൽ എന്താണ് അവർ റിമെമ്പർ ചെയ്യേണ്ടത്? ദൈവം അവരെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ആ ഓർമ്മയാണ്, അവരുടെ വിടുതലിന്റെ ഓർമ്മയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. ഞാൻ വരുവോളം ഈ തിരുമേശ എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പം വരുന്നത് വരെ മിശിഹായുടെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് നമ്മൾ കാണും. അപ്പൊ ഇത് കൂടി വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവർ കൂടി വരുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് അനുഷ്ഠിക്കുവാനും ഓർമ്മിപ്പാനും ദൈവം അവർക്ക് കൊടുത്തതായിരുന്നു ഈ തിരുമേശ എന്ന് പറയും. സോ ആ തിരുമേശയിൽ അവരെന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? ദ ഡെത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കാരണം പെസഹായില് ഉയർപ്പിന്റെ ചിത്രമില്ല. പെസഹായിൽ ഉയർപ്പിന്റെ ചിത്രമല്ല, പെസഹ മരണത്തിന്റെ ചിത്രമാണ്. യേശുക്രിസ്തു അതുകൊണ്ടാണ് തിരുമേശ എന്തിനെയാ കാണിക്കുന്നത്? മരണത്തെ പ്രസ്താവിക്കുന്നു. നമുക്കത് നന്നായിട്ട് അറിയാം. തിരുമേശ ഒരുക്കി വെക്കുമ്പോൾ അതിൽ അപ്പവും വീഞ്ഞും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരുക്കുന്നു. അപ്പം മിശിഹായുടെ തിരുശരീരവും വീഞ്ഞ മിശിഹായുടെ തിരുരക്തവുമാണ്. സോ ഈ അപ്പം ബോഡിയും ബ്ലഡും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇറ്റ് ഡിക്ലെയർസ് ദ ഡെത്ത്. ഒരാളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി രക്തം മറ്റൊരിടത്തും ശരീരം മറ്റൊരിടത്തും കിടന്നാൽ 100% അന്നേരെ മെഡിക്കൽ ഡിക്ലറേഷൻ ഉണ്ടാവും, ദാറ്റ് പേഴ്സൺ ഈസ് ഡെഡ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു തിരുമേശയെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നത് ഇതെന്റെ മരണമാണ്, ഇതെന്റെ മരണത്തെ ഇപ്പം ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. I believe in the word. I believe in the word of the Lord. And I also believe in the teachings of the apostles. I perfectly believe that even happened in AD 70. AD 70 മിശിഹാ തമ്പുരാൻ വന്നു കഴിഞ്ഞു. അപ്പൊ വരുന്നത് വരെ തിരുമേശയുടെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ മരണത്തിന്റെ പ്രസ്താവനയാണ്.
ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. എന്തുകൊണ്ട് മരണം ഓർക്കണം? കർത്താവ് വരുന്നത് വരെ അവിടുത്തെ പരിശുദ്ധ സഭയ്ക്ക് കൊടുക്കുന്ന, അന്ന് പരിശുദ്ധ സഭ രൂപീകരിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. സഭ അതിന്റെ പൂർണ്ണതയിൽ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ ശരീരം അതുവരെ പൂർണ്ണമായിട്ടില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ശരീരമായി സഭ മാറണമെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്നൊരു കോൺസെപ്റ്റാണ്. ദിസ് ഇസ് എ ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ട്. കാരണം സഭയുണ്ടോ ഉണ്ട്, പക്ഷെ സഭയിലോ ഇല്ല. കാരണം എന്താ? തലയായവൻ ഇപ്പം ഒരു യെരുശലേമിൽ ദേവാലയം പണിതു. യെരുശലേം ദേവാലയം പണിതിട്ട് ആ ദേവാലയം ദൈവത്തിന്റെ ദേവാലയമാകുന്നത് അതിനകത്ത് പെട്ടകം കൊണ്ട് വെക്കുന്നത് കൊണ്ടോ വിളക്ക് കൊണ്ട് വെക്കുന്നതുകൊണ്ടോ യാഗപീഠം പണിയുന്നതുകൊണ്ടോ ബലി അർപ്പിക്കുന്നതുകൊണ്ടോ ഒന്നും അത് യഹോവയുടെ ആലയമായി മാറത്തില്ല. യഹോവയുടെ ആലയമായി അത് മാറണമെങ്കിൽ യഹോവ അത്യുന്നതനായ ദൈവം അതിനെ തന്റെ വാസസ്ഥലമാക്കി മാറ്റണം. അതായത് ദൈവം അതിൽ ഇറങ്ങി വന്നാൽ മാത്രമേ യെരുശലേം ദേവാലയം ദൈവത്തിന്റെ ആലയമായി മാറത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അത് വെറും ഒരു സ്വർണ്ണ കൊട്ടാരമാണ്, അത്രേ ഉള്ളൂ. അതിൽ ഏത് ഉപകരണങ്ങൾ കൊണ്ടുവച്ചാലും ദൈവം വന്ന് വസിക്കുമ്പോൾ മാത്രമേ ദേവാലയം ദേവാലയമാകത്തുള്ളൂ. പെന്തിക്കോസ്ത് നാളിൽ ആരംഭിച്ച ദേവാലയം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു 3-ാം അധ്യായത്തിലും, അതുപോലെ എനിക്ക് 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നു. പൗലോസ് പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മീതെ പണിതു വരുന്നു. ദാറ്റ് ഈസ്, അദ്ദേഹം പറയുന്ന സമയത്തും അതിന്റെ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കെട്ടിടം പണി തീർക്കണം. ഇത് നിത്യമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടമല്ല. അത് ഒരു ആലയം പണിയാൻ പോവുക, പണിതുകൊണ്ടിരിക്കുന്നു. അത് അപ്പോസ്തലനും പ്രവാചകനും അടിസ്ഥാനത്തിൽ ഇങ്ങനെ പണിതു വരികയാണ്. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനുള്ള കല്ലുകളായ നമ്മെ കൊണ്ട് ജീവനുള്ള കല്ലിനോട് ചേർത്ത് പണിയുകയാണ്. അപ്പം 1-ാമത്തെ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിലൂടെ ആ പണി ഒരു ഭാഗത്ത് നടന്നു വരുന്നു. ഈ മന്ദിരം പൊളിപ്പിൻ 3 നാൾ കൊണ്ട് ഞാൻ പണിയാം എന്ന് പറഞ്ഞ യേശു തന്റെ ശരീരമാകുന്ന മന്ദിരം, ഉയർത്തെഴുന്നേറ്റ ശരീരം. സോ അത് പുതിയ നിയമ സഭയായിട്ട് പണിതു വരുന്നു എന്ന് കാണും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെ ക്രിസ്തു എന്ന തലയോളം വളർത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ ഈ 5 വിധ ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്തിനാണ്? ക്രിസ്തു എന്ന തലയോളം സഭയെ വളർത്താൻ, ഇൻഡിവിജ്വൽ പേഴ്സണെ വളർത്താനല്ല. നമ്മളിത് മനസ്സിലാക്കേണ്ടത് കോർപ്പറേറ്റ് ബോഡിയാണ്. ഇത് ഓരോരുത്തരെയും ക്രിസ്തു എന്ന തലയിൽ വളർത്താൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് നോട്ട് ഇൻഡിവിജ്വൽ സ്പിരിച്വൽ ഗ്രോത്ത്, ദാറ്റ്സ് എ കോർപ്പറേറ്റ് സ്പിരിച്വൽ ഗ്രോത്ത്. ആ ബോഡി ഫുള്ളായിട്ട് വളർന്ന് തലയോളം വളർന്ന് വരിക എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ളാകുക എന്ന്. ആ ആത്മീകാലയം, മിശിഹായുടെ ടെമ്പിൾ, ആ മിശിഹായുടെ ടെമ്പിൾ അതിന്റെ പെർഫെക്ഷനിൽ എത്തുമ്പോഴാണ് ദൈവം അതിൽ വന്നു വസിക്കുന്നത്. ആ ദൈവം വന്ന് വസിക്കാനായിട്ട് വരുന്നതിന്റെ പേരാണ് പറോസ്യ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. യേശു വരുന്നു ഭയങ്കര കൂന്നവരോട് ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് വെറും വ്യാജമാണ്. നിങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥശൂന്യമാണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കുക. മിശിഹ വരിക എന്ന് പറഞ്ഞാൽ എവിടെ വരിക എന്ന്? അവന്റെ ആലയത്തിലേക്ക് വരികയാണ്. അവൻ തന്റെ മന്ദിരത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ തന്റെ മന്ദിരത്തിലേക്ക് വരുന്ന നാൾ ആർക്ക് സഹിക്കാവതാകും. അതാണ് മിശിഹയുടെ പറോസ്യ ഒരു കൂട്ടം ആളുകൾക്ക് മഹാ ഉപദ്രവമാണെന്ന് മലാക്കി തന്നെ പ്രവചിച്ചിരിക്കുക. അവൻ തന്റെ ആലയത്തിലേക്ക് വരിക, തന്റെ ആലയത്തിലേക്ക്. യേശുക്രിസ്തു തന്റെ ആലയത്തിലേക്ക് വരുന്നതിന്റെ പേരാണ് പറോസ്യ. പ്രസൻസ് എന്ന അർത്ഥം, വരവെന്നല്ല. നമ്മൾ ഈ വരവെന്ന് മാത്രം പറയാതെ മിശിഹായുടെ സാന്നിധ്യം എന്നേക്കുമായി താമസിക്കുന്ന, എന്നേക്കുമായി വന്നു വസിക്കുന്ന ആ പ്രസൻസിനെയാണ് പറോസ്യ എന്ന് പറയുന്നത്. സോ അതുവരെ, അതായത് കർത്താവായ യേശു ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ തലയായി വന്നിറങ്ങുന്ന നാൾ വരെ സഭയോട് പറയുകയാണ്, നിങ്ങൾ തിരുമേശയെ എന്ത് ചെയ്യണം? എന്റെ ഓർമ്മയ്ക്കായി എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ന്യൂ കവനന്റ് ആണ്. ന്യൂ കവനന്റ് ഒരിക്കലും ദൈവം നമ്മളോട് ചെയ്തതല്ല. ലോകത്തിൽ ഒരു ജനതയോടും ദൈവം ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. ദൈവം ആകെ ഒരു ഉടമ്പടി ചെയ്തത് ഇസ്രായേലിനോടാണ്. യഹോവ ദൈവം പുതിയ ഉടമ്പടി ചെയ്തതും ഇസ്രായേലിനോട് തന്നെയാണ്. അത് അപ്പോസ്തലനായ പൗലോസ് കൃത്യമായ നിലയും ജെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് നേരെ എബ്രായ ലേഖനത്തിൽ കൊണ്ടുവന്ന് എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അവൻ അവരെ പരിഹസിച്ച് പറഞ്ഞത് എന്തെന്നാൽ, അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം. അതവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ചെയ്ത നിയമം പോലെ അല്ല, ഒരു പുതിയ നിയമം. ആരോട് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും. നമ്മൾ ബൈബിളിനെ പഠിക്കുമ്പോൾ അപ്പൊ ഇതാണ് പ്രോബ്ലം.
നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ മറ്റു ചില ആളുകളുടെ വസ്ത്രങ്ങൾ ധരിച്ച് അവരുടെ വേഷത്തിൽ നടക്കും. ഓൾമോസ്റ്റ് ഒരു 90% ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ദേ ആർ ലിവിങ് ഇൻ ദ ജൂയിഷ് സ്യൂട്ട്സ്. യഹൂദന്റെ സ്യൂട്ടിലാണ് ജീവിക്കുന്നത്. യഹൂദന്റെ സ്യൂട്ടിൽ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചില്ല, യഹൂദന്റെ റൂട്ടിൽ ജീവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അവന്റെ വേഷമല്ല നമുക്ക്. അവനിലൂടെ ദൈവം സ്ഥാപിച്ചെടുത്ത ആ സാൽവേഷന്റെ റൂട്ട്, ആ ദൈവിക റൂട്ട് ഉണ്ടല്ലോ, അത് കൃത്യമായും സഭയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അത് പോയതാണ് ഇവിടുത്തെ പ്രശ്നം. റൂട്ട് പോയിട്ട് നേരെ എവിടെ പോയി? എബ്രായിക് റൂട്ടിന് പകരം ഇപ്പൊ ഗ്രീക്കിന്റെ റൂട്ട്, ഫിലോസഫിക്കലി ഗ്നോസ്റ്റിക് വാദത്തിലേക്കും നിയോ പ്ലേറ്റോണിസത്തിലേക്കും ഒക്കെ പോയി ക്രിസ്തീയ സഭ സെപ്പറേറ്റഡ് ആയി. ക്രിസ്തുവിന്റെ മെസ്സേജ് തന്നെ വയലേറ്റഡ് ആയി. അപ്പൊ ക്രിസ്തുവിന്റെ ജനതയായ അല്ലെങ്കിൽ യഹൂദന്റെ സ്യൂട്ട് ഇട്ടിട്ട് നമ്മൾ പ്രസംഗിക്കരുത്. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ, അതുകൊണ്ടാണ് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ചില ആളുകൾ വേദോസം പ്രസംഗിക്കുന്ന കേട്ട നാണക്കേട് തോന്നും, ലജ്ജ തോന്നും. കാരണം എന്താ പറയുമ്പോൾ ഈ വചനം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ല നല്ലൊരു കൂട്ടം ആളുകൾ. ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരും വേദോസം എടുക്കുന്നത് ചപ്പ് പട്ടി ചോറ് തിന്നുന്ന പോലെ ചുമ്മാ ചാക്കിയാണ്. അവിടെ ഇവിടെ എല്ലായിടത്തും വാരി വെച്ചിട്ട് കൃത്യമായ നിലയിൽ നിന്നുകൊണ്ട് ഒരു വേർഡിനെ ഡിവൈഡ് ചെയ്യുന്ന ആളുകളെ വളരെ വളരെ ചുരുക്കമേ ഞാൻ കണ്ടു. അതിലും പ്രത്യേകിച്ച് ഫ്യൂച്ചറിസ്റ്റിക് വാദമുള്ളവരുടെ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുന്നത് ഈ കാലത്ത് കാണുമ്പോൾ എനിക്ക് അല്പം വിഷമം തോന്നാറുണ്ട്. കാരണം they cannot divide the word. അപ്പം പുതുനിയമം സ്ഥാപിച്ചത് ആരോടാണ്? യഹൂദ ജനത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും. രണ്ട് ഗ്രഹമാണ്. അവരെ വീണ്ടും എന്ത് ചെയ്യാൻ പോകും? പുതിയ നിയമം എന്നൊക്കെ നമ്മൾ അതിന്റെ ജൂയിഷ് റൂട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ എബ്രായിക് റൂട്ടിൽ മനസ്സിലാക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ കവനന്റ്, ഇറ്റ്സ് എ റിന്യൂഡ് കവനന്റ്. പുതുക്കപ്പെട്ട നിയമം. കാരണം ഒന്നാമത്തെ നിയമത്താൽ ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അകന്നുപോയ ജനതയ്ക്ക് ദൈവം, നമ്മള് when you read the book of ജെറേമിയ വായിക്കും, പറയുന്നത് ദൈവം അവർക്ക് വിവാഹമോചന സർട്ടിഫിക്കറ്റ് ഷീട്ട് കൊടുത്തു വരെ പറഞ്ഞു. ഗോഡ് ഡിവോഴ്സ് ദം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കത് കാണാം. ജെറേമിയാവിന്റെ പുസ്തകത്തിലും കൃത്യമായിട്ട് കാണാം. യെസക്കേലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതായത് ഇസ്രായേൽ ഗ്രഹത്തെ ബാലിനെ ആരാധിക്കാൻ പോയ ആ 10 ഗോത്രം, അതായത് നോർത്തേൺ കിങ്ഡത്തെ ദൈവം എന്ത് ചെയ്യുകയാണ്? അവരെ ഡിവോഴ്സ് ചെയ്യും. കാരണം മറ്റൊരു പുരുഷനെ തേടിപ്പോയ, മറ്റൊരു ദേവനെ തേടിപ്പോയ ജനതയോട് ദൈവം എന്ത് ചെയ്യും? അവരെ വേർപിരിയും. എന്നാൽ ഈ 12 ഗോത്രങ്ങളിൽ ദൈവം വിതയ്ക്കും എന്ന് പറഞ്ഞ് ദൈവം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞ ഈ 12 ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടൂ എന്ന് നമ്മൾ റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കാണാം. ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ റോമൻസ് ചാപ്റ്റർ 9 റഫറൻസ് എടുത്തുള്ളൂ. അപ്പം അവിടെ ഒരു ശേഷിപ്പെ രക്ഷിക്കപ്പെടുത്തും. അപ്പൊ ആ ശേഷിപ്പ് എവിടുന്ന്? 12 ഗോത്രം. ഈ 12 ഗോത്രങ്ങളെ റീകളക്ട് ചെയ്യണം. ഈ 12 ഗോത്രങ്ങളെ കളക്ട് ചെയ്യുന്ന നടപടിയാണ് യേശു തന്റെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. കാണാതെ പോയി ഇസ്രായേലിന്റെ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്നാണ്. ഈ 12 ഗോത്രങ്ങളെ ഏകദേശം 40 വർഷം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഇവര് പെറുക്കിയെടുത്തു. 2 കൂട്ടം ആളുകളെയുണ്ട്. ഒന്ന് നായാട്ടുകാരെ അയച്ചു, അതിനു മുമ്പ് ഇടയന്മാരെ ആദ്യം അയച്ചു. ഇടയന്മാർ പോയി അവരെ പുൽപ്പുറങ്ങളിൽ നിന്ന് ശേഖരിച്ചു. അതിനുശേഷം എന്ത് വരുന്നു? നായാട്ടുകാർ അവരെ കൊല്ലും, ഇടയന്മാർ അവരെ രക്ഷിച്ചെടുക്കും. ഇതായിരുന്നു സംഭവം. അപ്പൊ തന്റെ അപ്പോസ്തലന്മാരെ ദൈവം പലയിടങ്ങളിലേക്ക് വിളിച്ച് അവരെ ശേഖരിച്ചു. 12 ഗോത്രങ്ങളിൽ നിന്ന് 144,000 പേരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് ഈ 12 ഗോത്രങ്ങളെയും കർത്താവ് റെഡീം ചെയ്തിട്ട് അവരെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു, ഇവരെ മനുഷ്യരിൽ നിന്ന് ദൈവത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട്. ഈ 12 ഗോത്രങ്ങളാണ് ആദിമ സഭ. മനസ്സിലാക്കണം. ചിതറിക്കിടക്കുന്ന ഈ ഗോത്രങ്ങൾക്കാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. ഈ ചിതറിപ്പോയിരിക്കുന്ന ഇസ്രായേൽ 12 ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് യാക്കോബ് ലേഖനം എഴുതുന്നത്. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേലിനെ പുനഃസ്ഥാപിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെടുമ്പോ അവരെല്ലാം, അവരുടെ ശേഷിപ്പിനെ ദൈവം എന്ത് ചെയ്യണം? എല്ലായിടത്തു നിന്ന് ശേഖരിച്ച് ആദ്യ ഫലമായി കൊണ്ടുവന്ന്, അതാണ് ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ചർച്ച്, ആദ്യ ഫലമാകുന്ന സഭ. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ. ആ സഭയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ മാരേജ് ചെയ്യുന്ന കാര്യപരിപാടിയാണ് AD 70 സംഭവിച്ചത്. ആ മാരേജിന് വേണ്ടിയുള്ള എൻഗേജ്മെന്റ് ആണ് വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്ത് കർത്താവ് ആ പെസഹയോടുള്ള ബന്ധത്തിൽ ചെയ്തത്.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് മാരേജിന്റെ ഒരു എൻഗേജ്മെന്റ് ആണ്. തന്റെ ശരീരത്തെ എടുത്തു കൊടുത്തു, തന്റെ രക്തത്തെ പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. അപ്പൊ ഇത് യേശു ക്രിസ്തുവിന്റെ വെഡിങ്ങിനോടുള്ള ബന്ധത്തിലുള്ള ആദ്യ നടപടിയാണ്. അപ്പം യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. മാത്രമല്ല എൻ്റെ മരണത്തെ പ്രസ്താവിക്കും. എന്തിനാ ഈ മരണത്തെ പ്രസ്താവിക്കേണ്ടത്? നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ട്രൂത്ത് ആണ് ആക്ച്വലി റോമാലേഖനം 7-ാം അധ്യായം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് ഈ ഒരു റെവലേഷനിൽ, ഈ ഒരു കാഴ്ചപ്പാടിൽ ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് കുറച്ച് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്, ഇത് ന്യായപ്രമാണക്കാരോടാ കേട്ടോ. 7-ാം അധ്യായം നമ്മൾ ഈ കടന്ന് ചില ഇപ്പോഴും നമ്മുടെ ആളുകൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യ. ഇതൊക്കെ സത്യത്തിൽ ഇന്നത്തെ സഭയുടെ പുലമ്പലല്ല. അപ്പോസ്തലൻ വരെ പുലമ്പി എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ദൈവവചനം അറിയാതെ പ്രസംഗിക്കരുത്. ഷെയ്മാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, പാസ്റ്റർമാർ ബൈബിൾ നന്നായിട്ട് പഠിക്കണം. വല്ലതും പറയുന്നവന്റെ തോളെ കയറാതെ. നിങ്ങളൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ അത് അതിന്റെ അർത്ഥം നമ്മൾ ഈ എല്ലാം അറിവിന്റെ ഉച്ചക്കട്ടത്തിൽ ഇരിക്കുന്നതല്ല. അല്ല, നമ്മളെല്ലാവരും പഠിക്കാൻ തന്നെ അങ്ങനെ പഠിക്കാൻ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരണം. പഠിക്കാൻ മുമ്പിൽ വരണം. കാരണം അടുത്ത ജനറേഷൻ നിങ്ങളോട്, ഈ വരുന്ന തലമുറ ചോദിച്ചിരിക്കും. പിന്നെ ഈ ബുദ്ധികെട്ടവന്മാർ വീണ്ടും ഇതിനകത്ത് ഇഷ്ടം പോലെ പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇത് നല്ല ധനം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗം. അതുകൊണ്ട് ആരെന്തിന് പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞ പോലെ ഇവർ ആരെല്ലാം വിടുതൽ ശുശ്രൂഷ, ഡെലിവറൻസ് മീൻ. എന്താണ് ഡെലിവറൻസ്? ഈ ഡെലിവറൻസ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ എല്ലാം പോഴത്തരമാണ്. പുതിയ നിയമസഭയ്ക്കകത്ത് ഡെലിവറൻസ് മിനിസ്ട്രി നടത്തുക. പിന്നെ നിയമസഭയ്ക്കകത്ത് മന്ത്രവാദം നടത്തുന്ന രാജ്യത്ത് യേശു ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ഈ മന്ത്രവാദം നടത്തുന്നതിനകത്ത് യാതൊരു കുറ്റവും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ലോകത്തോട് ഇടകലർന്നു പോയത്. I want to tell you, there is not deliverance meeting in the church. If there is some deliverance in the church, that's not a church at all. ചർച്ചയല്ല. ഓക്കെ, ഞാനങ്ങ് വിടുക. റോമാലേഖനം 7 ന്യായപ്രമാണം അറിയാവുന്നവരോടല്ലോ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തേക്ക് ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനെ, അവൾ വ്യഭിചാരിണി എന്ന് വരും. ഇത് ഈ 10 ഗോത്രങ്ങളെ കുറിച്ചുള്ള ടീച്ചിങ്സ് നിങ്ങൾ മനസ്സിലാക്കണം. 10 ജീസസ്, ഭർത്താവ് മരിച്ചു. ഭർത്താവ് ഏതാ? യഹോവയായിരുന്നു ഭർത്താവ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു ആയിക്കഴിഞ്ഞാൽ അവൾ വ്യഭിചാരം ചെയ്യുന്നു. ഇസ് ടോക്കിംഗ് അബൌട്ട് ദ നോർത്തേൺ കിങ്ഡം. ഈ 2 ഹൗസസിനെ കുറിച്ച് അത് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചു നോക്കി. ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായി വ്യഭിചാരിണി എന്ന് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിന് സ്വതന്ത്ര. അപ്പം ഭർത്തൃ ന്യായപ്രമാണത്തിന് സ്വതന്ത്രയാകുന്നത് ഭർത്താവ് മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സമ്മതമായി മരിച്ചിരിക്കുന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുവനായി തീരേണ്ടത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത്? അതിനെ ആളുകൾ ഇപ്പം വ്യാഖ്യാനിക്കുന്നത് യഹോവ വേറെ, യേശു ക്രിസ്തു വേറെ എന്നൊക്കെ അർത്ഥം. ഞാൻ അതിലേക്കൊന്നും ഡിബേറ്റിലേക്ക് പോകുന്നില്ല. ഇത് വാസ്തവത്തില് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താണെന്ന് ആദ്യമായിട്ട് ബോധം വരണം നമുക്ക്. ഇത് സദേൺ കിങ്ഡം, നോർത്തേൺ കിങ്ഡത്തെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി വിവാഹമോചനം നടത്തിയ ഒരു ജനതയെ തിരിച്ചു ദൈവം കൊണ്ടുവരുന്ന നടപടിയുടെ ഭാഗമാണിത്. ദൈവസഭയുടെ ഭാഗം എങ്ങനെയാണ് ഇവർ മാറാൻ പോകുന്നതെന്ന്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിന് സ്വതന്ത്രയല്ല. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിന് സ്വതന്ത്രയായി. ഇവിടെ മിശിഹാതമ്പുരാന്റെ മരണമാണ് അവിടുത്തെ ഭർത്താവ്. ആരാണ്? ക്രിസ്തുവാണ് അവിടുത്തെ ഭർത്താവ്. ഭർത്താവ് മരിച്ചു. കാരണം യാഹ്വേ ഇൻ ഫ്ലെഷ്, അതാണ് ക്രിസ്തു. അത് ആദ്യം മനസ്സിലാക്കണം. യഹോവ മനുഷ്യരൂപം എടുത്തു വന്നതാണ് യേശു ക്രിസ്തു. ട്രിനിറ്റിയുടെ വിഷയം നമുക്ക് ഇവിടെ തൽക്കാലം ഡിബേറ്റിന് പോകണ്ട. ട്രിനിറ്റി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാണ്. ഇത് ട്രിനിറ്റിയെ കുറിച്ചുള്ള പഠനം ബൈബിളിനകത്ത് ട്രിനിറ്റിയുടെ പഠനം ഇല്ല. കാരണം ട്രിനിറ്റിയെ പഠിപ്പിക്കുക എന്നുള്ളതും തെളിയിക്കുക എന്നുള്ളതും അപ്പോസ്തലന്മാരുടെയും ബൈബിളിന്റെയും പ്രമേയമല്ല. അതിന്റെ ആവശ്യമില്ല. ഇത് തിയോളജിമാർ പിന്നെ കൊണ്ടുവന്നതാണ്. അപ്പം ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാ പൗലോസ്. ഏത് ഗോഡ്? യഹോവ മഹാപന്നന കൊള്ളാത്ത ആളാണ്. യഹോവ ചീത്തയാണ്. യഹോവയ്ക്ക് പകരം പുത്തൻ ദൈവത്തെ കൊണ്ടുവന്നു.
അപ്പൊ യഹൂദന് ഏകസത്യ ദൈവമായ യഹോവയാണ് ഏകസത്യ ദൈവം എന്ന് രാവും പകലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഹോവ, ആ അപ്പോസ്തലന്റെ ശ്രേഷ്ഠൻ, ന്യായപ്രമാണം സംബന്ധിച്ച് എല്ലാം തികഞ്ഞവനായ മനുഷ്യൻ, അതിനുവേണ്ടി ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ്. ഏത് ഗോഡാണ്? ദെയർ ഗോഡ്. അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവ, ആ യഹോവയാണ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ആണ് മനുഷ്യനായി വേഷത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആരോടാ വിവാഹ ഉടമ്പടി ചെയ്തത്? ഈ യേശുക്രിസ്തുവിനോട് തന്നെയാണ്. അപ്പൊ ഈ യേശുക്രിസ്തു തന്നെയായിരുന്നു ഇവരെ നേരത്തെ കല്യാണം കഴിച്ചു. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക? ഇത് ന്യൂ കവനന്റ് ആണ്. ന്യൂ കവനന്റ് ആകുമ്പോ ന്യായപ്രമാണവുമായിട്ടാണ് ഇവർക്ക് ബന്ധം. അതായത് ഒന്നാമത്തെ ഉടമ്പടിയുമായിട്ടാണ് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ്രായേൽ ബന്ധപ്പെട്ടിരുന്നത്. തമ്പുരാൻ എന്ത് ചെയ്യുമ്പോ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന് ഈ ജനത്തെ സ്വതന്ത്രമാക്കാൻ അതിന് അതിന് മാർഗം ഒന്നേ ഉള്ളൂ: മശിഹ മരിക്കണം. അപ്പൊ മശിഹയുടെ മരണത്തിന് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഭർതൃന്യായ പ്രമാണത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ. ഇപ്പം ഈസ്റ്റർ കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട്, ഈസ്റ്റർ എന്ന വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, റിസറക്ഷൻ സൺഡേ കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ ഓർമ്മയിലിരിക്കുന്ന നല്ലതായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേൽ മക്കളെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാനുള്ള ദൈവത്തിന്റെ ഏക നടപടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മരിക്കും ഈ ജനത എന്തായി? സ്വതന്ത്രമായി. ഈ ജനത സ്വതന്ത്രമായി. അപ്പൊ ഇനി അവർക്ക് കർത്താവായ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുത്തൻ. അപ്പൊ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെ പ്രസ്താവിക്കും. അതായത് ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഈ തിരുമേശ എന്താണ് കാണിക്കുന്നത്? ഞാൻ മരിച്ചു, എന്റെ മരണത്തിന്റെ ഡിക്ലറേഷൻ, എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എന്താ എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതിന് അർത്ഥം? ഇത് വിശ്വസിക്കുന്ന എടുക്കുന്ന യഹൂദ സമുദായം ന്യായപ്രമാണത്തെ അറിയാവുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, ഭർതൃന്യായപ്രമാണത്തിൽ നിങ്ങൾ സ്വതന്ത്രരായി, എന്നിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുത്തന്. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ക്രിയേഷനാണ്, അത് ന്യൂ ബോൺ ആണ്. അത് നിങ്ങൾ അത് മനസ്സിലാക്കുക. അതായത് വേറൊരുത്തെന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് പകരം വേറൊരുത്തനെന്നല്ല. ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ആരായി? ഇവൻ എന്റെ പുത്രൻ, ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം റിസറക്ഷൻ ഇസ് എ ന്യൂ ബർത്ത്. ഒരു പുതിയ ആളായിട്ടാണ് ക്രൈസ്റ്റ് വരുന്നത്. ആ ക്രൈസ്റ്റിന് ആയിത്തീരേണ്ടതിന്. ആമേൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി, യേശുക്രിസ്തുവിന്റെ ഭാര്യയായി ഈ ജനതയ്ക്ക് മാറാൻ യേശു ഒരുക്കിയ മാർഗമാണ് ഭർതൃന്യായ പ്രമാണത്തിന് സ്വതന്ത്രയാക്കി ക്രിസ്തു അവരെ വീണ്ടും എന്ത് ചെയ്യുമ്പോ റീമാരേജ് ചെയ്യാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വാക്കുകളൊക്കെ നിങ്ങൾ റീമാരേജ് ആണ്. ഞാൻ അവരെ വീണ്ടും വിവാഹസ്ഥ എന്ന് വിളിക്കും. ശമമാ ശൂന്യം എന്ന് പറയത്തില്ല. അസൂബ തെക്ത എന്ന് പറഞ്ഞ് ഞാൻ അവളെ ബെയൂല വിവാഹസ്ഥ എന്നും, അവളുടെ ദേശത്തെ എന്തുവാ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ബെയൂല, അവളെ വിവാഹസ്ഥ, ഞാൻ അവളെ വിവാഹം കഴിക്കും. ഈ വിവാഹമാണ്, ഇതിന്റെ ഉറപ്പാണ് തിരുമേശയിൽ സംഭവിച്ചത്. അതിന്റെ പൂർത്തീകരണം യേശു വരുമ്പോഴേ സംഭവിക്കും. യേശു വരുന്നത് വരെ ഈ തിരുമേശ വിളിച്ചു പറഞ്ഞത് ജീസസ് ഡൈഡ്. ദാറ്റ് മീൻസ് യു ആർ ഫ്രീ ഫ്രം ദ ലോ. You are free from the old covenant. Your husband died. Now you can marry another person. The marriage is going to happen when Jesus comes. On AD 70 has happened. എന്ത് ബ്യൂട്ടിഫുൾ. AD 70 അത് സംഭവിച്ചു. മാരേജ് ഹാപ്പൻ ആയി. അപ്പൊ അതായത് ഈ പെന്തക്കോസ്തൽ സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ തുടങ്ങിയ ആ ചർച്ച അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നത് AD 70 40 വർഷം കൊണ്ട് യേശു സഭ പണിത്. കേട്ടോ അച്ചാച്ചന്മാരെ, ചർച്ച തന്റെ പൂർണ്ണതയിൽ എത്തുമ്പോ കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാചം അടിക്കുന്നവർ ശ്രദ്ധിക്കും. 2000 വർഷമൊന്നും വേണ്ട എന്റെ യേശുവിനെ സഭ പണിയാൻ. വേറെ 40 വർഷം, 40 years. കാരണം അവൻ തന്റെ അപ്പോസ്തലന്മാരെ കൊണ്ടാ പണിത്, അല്ലാതെ നമ്മളെ ഇവിടെ കൊണ്ട് നടക്കുന്ന കുറെ അണവാരം കൊണ്ടല്ല. നിങ്ങളെ കൊണ്ടൊന്നും ജമ്മത്തല്ല. 1,00,000 വർഷം ഉണ്ടെങ്കിലും സഭയെ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും ഒരു ചർച്ചിന്റെ ഒരു കൂട്ടായ്മ നടത്തുന്ന ആളെ എനിക്കറിയാം. we cannot do that without the help of the Holy Spirit. ഒരുത്തനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരുത്തൻ അങ്ങോട്ട്, ഒരുത്തൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് പോകും. ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് നടത്തുന്നത് ഇമ്പോസിബിൾ ആണ്. പിന്നെ ഇന്നത്തെ സഭകൾക്കകത്തൊന്നും പണിയൊന്നുമില്ല, എന്റർടൈൻമെന്റ് അടിപൊളിയാണ്.
ഡാൻസ്, പാട്ട്, കൂത്ത്, ആട്ടം. പിന്നെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മദ്യപാർട്ടിയും കൂടെ ഉണ്ടായാൽ നമ്മുടെ സഭകളൊക്കെ അടിപൊളിയാവും. കുറച്ച് വീഞ്ഞൊക്കെ കുടിക്കുക, ആനന്ദിക്കുക. അല്ലാതെ വേറെ ഇതിനകത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട്, ക്രിസ്തുവിന്റെ ജ്ഞാനം, ദൈവസംബന്ധിയായ കാര്യങ്ങളൊന്നുമില്ല. രോഗശാന്തി, വിടുതൽ, വിവാഹ വിടുതൽ, ഡെലിവറൻസ് മിനിസ്ട്രി, പേര് വിളിക്കുക, ഭർത്താവിന്റെ പേര് വിളിക്കുക, ATM കാർഡിന്റെ നമ്പർ വിളിക്കുക, ഇങ്ങനെ കുറെ മാജിക്കൽ ഷോയും. ഇതൊന്നുമല്ല ദൈവസഭയുടെ പണിയൊന്നും. നമ്മൾ കാട്ടിക്കൂട്ടുന്ന എന്തോ ഇല്ല, പണ്ടല്ലേ മണ്ണപ്പം ഉണ്ടാക്കി നമ്മളെ കുഞ്ഞുങ്ങൾ കളിക്കത്തില്ല. ഇതേപോലെയുള്ളൂ എനിക്ക് തോന്നാറുള്ളൂ. സീരിയസ് ആയിട്ട് ഇവിടെ ബൈബിൾ, ദൈവജനം അല്ലെങ്കിൽ ദൈവസഭ പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഐ എം വെരി മച്ച് സോറി. ഡാൻസ്, കൂട്ട്, ചില വർഷിപ്പ് ഒക്കെ കണ്ട പ്രാന്ത് കയറി. സോറി കേട്ടോ, ഞാൻ എനിക്കറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചെന്നറിയത്തില്ല. ഞാനും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ എനിക്ക് സംതിങ് റോങ്. എന്തോ കുറെ മ്യൂസിക് വെച്ച് കലകലി ഭയങ്കര ഇത് ആരാധനയാണോ ഇതൊക്കെ? ഇത് ചർച്ച പണിയല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ ചില ആളുകൾ പ്രസംഗിക്കുന്ന സഭ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ, ഭർത്താവ് ഏത് സഭ എപ്പോ പൂർത്തീകരിക്കപ്പെടും? കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വേല അട്ടർ ഫെയിലുവർ. സർ, ഇറ്റ് ഈസ് ഹാപ്പൺ ഇൻ AD 70. ഇറ്റ്സ് ഫുൾഫിൽഡ്. കാരണം അത് കൃത്യമായ നിലയിൽ അപ്പോസ്റ്റൽസിനെ കൊണ്ട്, പ്രൊഫറ്റ്സിനെ കൊണ്ട് ദൈവം പണിത് തരുന്നു. പണിത് ആ ചർച്ച അതിന്റെ പൂർണ്ണതയിൽ, ആ ബോഡി അതിന്റെ കംപ്ലീഷനിലേക്ക് എത്തിയ ശേഷം ക്രൈസ്റ്റ് came there as the head of the church. That is second coming, sir. That is second coming. അപ്പൊ തിരുമേശയുടെ പേർപ്പസ് എന്താണ്? അണ്ടിൽ AD 70 വരെ ഉള്ള പർപ്പസ് എന്താണ്? അണ്ടിൽ ഹിസ് പറോസ്യ, അവന്റെ പറോസ്യ വരെയുള്ള സമയത്തെ പേർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് ടു കീപ് ദി പീപ്പിൾ ഇൻ റിമെമ്പറൻസ് ദാറ്റ് യു ആർ ഫ്രീ ഫ്രം ദ ലോ. ജനത്തെ ആ ഒരു ഓർമ്മയിൽ നിർത്തണം. എന്താ അവരുടെ ഓർമ്മ? You are free from the Lord because your husband died. So whenever you are taking the bread and the wine, you are declaring that Jesus died, that you are free from the law. I'm about to marry. The marriage is going to happen. Wow. Okay, and this is the another purpose. We will continue these sections. നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി പോകാം. അതുവരെ ഓക്കെ, കേൾക്കാൻ ചെവിയുള്ളവൻ